ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പറയുന്നത് നമ്മളെ ഫ്രിഡ്ജ് ക്ലീനിങ് ചെയ്യുന്ന ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നനച്ചുള്ളിപ്പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അല്ലറ ചില പണികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൽപ്പെട്ട് തന്നെയാണല്ലോ നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുകയാണെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്കും കൂടെ ചെയ്യട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് കണ്ടോക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അന്ന് മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കണ്ടെയ്നേഴ്സ്, നമുക്ക് വെജിറ്റബിളൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടില്ല. അതൊന്ന് ഞാൻ നല്ലൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. നമ്മളിനി ഫ്രിഡ്ജൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്തതിന് ശേഷം ഉപയോഗിക്കാമെന്നുള്ളതിൽ ഞാൻ അങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇതുപോലെ നല്ലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം സോപ്പൊക്കെ ഇട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വരച്ചെടുത്തതിന് ശേഷം നല്ലൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം 6 കണ്ടെയ്നേഴ്സാണല്ലോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ 6 കൂടെ വാങ്ങിച്ചിട്ടോ. അപ്പോൾ നല്ല അടിപൊളി സാധനം തന്നെയാണത്. അപ്പോൾ ഞാൻ അത് നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഞാൻ എന്തെങ്കിലും നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാനല്ല, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും നമ്മളിപ്പോൾ കവറിലോ കബോർഡിലോ എന്തെങ്കിലും വെക്കാനോ അങ്ങനെയൊക്കെ പിന്നെ നല്ല ഉപയോഗമുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ കുറഞ്ഞ റേറ്റിന് കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ഒന്നുകൂടി ഒരു സെറ്റും കൂടെ അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ പിന്നെ നമ്മളെ ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ആദ്യം ഒന്ന് ഓഫ് ചെയ്തിടാം കേട്ടോ. എന്നിട്ട് ആദ്യം ഫ്രീസറിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തൊക്കെ വെക്കാം. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ കറ്റാർവാഴൻ്റെ ജെല്ലില്ലേ, ആ ജെല്ല് ഞാനിതുപോലെ ഐസ് ക്യൂബിൽ ട്രയലാക്കിയാണ് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കി വെച്ചതായിരുന്നു. അപ്പോൾ കറ്റാർവാഴൻ്റെ അതിൽ നമ്മളൊന്നും വെള്ളം ചേർക്കാതെ കറ്റാർവാഴൻ്റെ ജെല്ല് മാത്രം ഒന്ന് സ്ക്യൂബായിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചൂടല്ല, നല്ല ചൂടല്ല, നമുക്ക് ഇടയ്ക്ക് മുഖത്തൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി അങ്ങനെ ആക്കി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ ആക്കിയിട്ട് വേണം അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ഞാൻ നമ്മളെ ഫ്രിഡ്ജിന് താഴെയുള്ള സാധനങ്ങളൊക്കെ പുറത്ത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തലേന്ന് രാത്രി പിന്നെ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെ അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചായിരുന്നു കേട്ടോ. അന്ന് പിന്നെ എന്തായാലും ഫ്രിഡ്ജിൽ നിന്ന് ക്ലീൻ ചെയ്തിട്ട് റെഡിയാക്കി വെക്കാമെന്നുള്ളതിൽ അങ്ങനെ അപ്പോൾ അത് ആ കവറോട് കൂടി തന്നെ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പിന്നെ ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് നിന്നു. കവർ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതല്ലല്ലോ, പ്ലാസ്റ്റിക് കവറല്ല എത്രയായാലും. അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞ ഉടനെ തന്നെ ഫ്രിഡ്ജ് ക്ലീനിങ്ങിനായിട്ട് നിന്നിട്ട് അപ്പോൾ ഞാൻ എല്ലാതും പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പച്ചക്കറിയും സാധനങ്ങളും പിന്നെ ഇതിൽ കുറേ എന്താ പറയുക നമ്മൾ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫ്രിഡ്ജിന് ഉള്ളിലുള്ള ട്രേയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഡോറിലുള്ള സംഭവങ്ങളില്ല, അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മാറ്റിയതിന് ശേഷം ഞാൻ ചിലത് ഞാൻ ആ ചെറുതൊക്കെ ട്രേയോട് കൂടി അങ്ങനെ തന്നെ എടുത്തു. പിന്നെ നമ്മളെ കളറ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളെ ഫുഡ് കളറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ട്രേയോട് കൂടി അങ്ങനെ തന്നെ എടുത്തിട്ടാണ്. പിന്നെ മറ്റേ ട്രേത്തെ സാധനങ്ങളൊക്കെ ആദ്യം എടുത്ത് വെച്ചതിന് ശേഷം ട്രേ ഒക്കെ പുറത്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല കഴുകിയെടുക്കണം കേട്ടോ. അപ്പം നല്ല കഴുകിയെടുക്കുക വെച്ചാൽ ഒരുപാട് അഴുക്കും കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ നമ്മൾ എന്തായാലും ഡീപ്പ് ക്ലീൻ ചെയ്യുകയാണല്ലോ, ഇപ്പോൾ നനച്ചുള്ളിൻ്റെ ഭാഗമായിട്ട് തന്നെ ക്ലീൻ ചെയ്യില്ലേ. അപ്പോൾ പിന്നെ ഞാൻ എല്ലാതും ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് കഴിക്കണം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് എപ്പോഴും ഇങ്ങനെ ഡീപ്പ് ക്ലീൻ കാര്യങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഫ്രിഡ്ജിൽ ഇതാവണമെങ്കിൽ അപ്പം തന്നെ അങ്ങോട്ട് തുടച്ചെടുക്കും, ക്ലീൻ ആക്കിയിടും. അല്ലാതെ ഡീപ്പ് ക്ലീൻ ചെയ്യിച്ചിട്ട് അങ്ങനെ ഞാൻ ചെയ്യലൊന്നുമില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഫ്രിഡ്ജ് വാങ്ങിയതിന് ശേഷം 2-3 പ്രാവശ്യമായിട്ട് ഞാൻ ഡീപ്പായിട്ട് നല്ലൊന്ന് ക്ലീൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ അങ്ങനെയൊന്നും ക്ലീൻ ചെയ്യലില്ല. അപ്പോൾ വെജിറ്റബിളും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ടൈമിൽ തന്നെ നമ്മളൊന്ന് നല്ലൊന്ന് തുടച്ചെടുക്കും, അങ്ങനെ തന്നെ തുടക്കലുള്ളൂ കേട്ടോ. അല്ലാതെ ഡീപ്പായിട്ടൊന്നും അങ്ങനെ ക്ലീൻ ചെയ്യലൊന്നുമില്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ. ഇനിയിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിനുള്ളിലെ റാക്കും കാര്യങ്ങളും പിന്നെ നമ്മൾ അതിനുള്ളിൽ വിരിച്ചിരുന്ന ഷീറ്റില്ലേ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴുകിയിട്ട് ഞാൻ പുറത്ത് വെയിലത്ത് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ശേഷം ഞാൻ ഫ്രിഡ്ജൊന്ന് നല്ല ക്ലീൻ ചെയ്തെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ക്ലീനിങ് കഴിയുമ്പോഴത്തേന് അതൊക്കെ അവിടെ ഉണങ്ങിക്കോളല്ലോ അങ്ങനെ. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിന് ഉള്ളൊന്ന് ഒരു ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ട് നല്ലൊന്ന് ആദ്യം തുടച്ചെടുത്തിട്ടുണ്ട്. അതിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് തുടച്ചെടുത്തതിന് ശേഷം അതിന് ശേഷം കേട്ടോ ഞാൻ നനച്ച് തുടക്കുന്നത്. അപ്പം നനച്ച് തുടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ടേബിൾ സ്പൂണ് പിന്നെ സോഡാപ്പൊടി ഇല്ലേ, അപ്പക്കാരം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ലിക്വിഡ് ഇല്ലേ, നമ്മളെ പാത്രം കഴുകണ ലിക്വിഡ്, അത് ഇത്തിരി എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഒരുപാട് ആവണ്ട കേട്ടോ, നല്ല പദം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇത്തിരി എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പുളി പകുതി എടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ നമ്മളാദ്യം ഫ്രീസറൊന്ന് നല്ലൊന്ന് നല്ലൊന്ന് അരച്ചിട്ട് തുടച്ചെടുക്കട്ടെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ പ്രസ് ചെയ്തൊന്നും തുടക്കരുതിട്ടോ. കാരണം ഫ്രീസറാകുമ്പോൾ പ്രത്യേകിച്ച് ഫ്രീസറിനല്ല ഫ്രിഡ്ജിൽ മൊത്തത്തിൽ അങ്ങനെ തന്നെ ഞാൻ അപ്പോൾ സ്ലോ ആയിട്ട് ഞാൻ സാവധാനം ഇങ്ങനെ തുടച്ചെടുത്തട്ടെ അതിൻ്റെ ഉള്ളൊക്കെ. ഇപ്പോൾ നമ്മൾ സ്ക്രബ്ബർ വെച്ചിട്ട് തന്നെ തുടക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ അധികം നമ്മൾ ഭാരം കൊടുത്തിട്ട് അങ്ങനെ ഒന്നും തുടക്കേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ നല്ല അതിന് ശേഷം ഒന്ന് വെറുതെ എടുത്തതിന് ശേഷം പിന്നെ നനഞ്ഞ തുണി വെച്ച് തുടച്ചതിന് ശേഷം പിന്നെ നനഞ്ഞ തുണി വെച്ചിട്ട് 1-2 പ്രാവശ്യം തുടച്ചിട്ടാണ്. അതിന് ശേഷം ഞാൻ ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ടൊന്ന് നല്ലോണം തുടച്ചെടുക്കാം കേട്ടോ.
അപ്പം നമ്മൾ ഫ്രീസറും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ താഴെ അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓരോ ഇങ്ങനെ അരുലും മൂലയിലൊക്കെ ഇങ്ങനെ ഇതുപോലെ ഒന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് തന്നെ ഒരുതി എടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് തന്നെ ഒരുതി എടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ പിന്നെ 2-3 പ്രാവശ്യം തന്നെ നമ്മൾ നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് തുടച്ച് പൊടിയും കാര്യങ്ങളൊക്കെ തുടച്ചെടുത്തു. പിന്നെ ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കാട്ട് ചെയ്യണം. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ഡോറും ഒന്ന് നല്ലതുപോലെ സ്ക്രബ്ബർ വെച്ചിട്ട് തന്നെ ഉരച്ച് പിന്നെ തുടച്ചൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഡോറിൻ്റെ പിന്നെ റബ്ബർ ഉള്ളൊരു ഭാഗമില്ലേ, നമ്മൾ ഡോറിൻ്റെ നമ്മൾ പ്രസ് ചെയ്യുന്ന ഭാഗം, അവിടെ ഞാൻ ബ്രഷ് വെച്ചിട്ടൊന്ന് ഇതുപോലെ നല്ലൊന്ന് ഉരച്ചെടുക്കട്ടെ. അപ്പോൾ റബ്ബറിൻ്റെ ഇടയിൽ ഇങ്ങനെ പൊടിയും കാര്യങ്ങളും ഒക്കെ നിൽക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ബ്രഷ് വെച്ചിട്ട് തന്നെ വരുതി എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ക്ലോത്ത് വെച്ചിട്ട് നല്ലൊന്ന് പിന്നെ തുടച്ചെടുക്കട്ടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ ഡോറും നല്ല ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിനുള്ള ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ നമ്മൾ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ പിന്നെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയിക്കോട്ടെ എന്നുള്ളതിൽ ഞാനങ്ങനെ ഓൺ ആക്കിയിട്ടും ഡോറൊക്കെ ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തലേന്ന് വെജിറ്റബിളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ഫ്രൂട്ട്സും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ചധികം വെജിറ്റബിളും കാര്യങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോമ്പൊക്കെയല്ല വരുന്നത്. പിന്നെ നമ്മൾ കറി വെക്കുന്ന ഐറ്റംസ് അങ്ങനെയൊന്നും അധികം വാങ്ങിയിട്ടില്ല കേട്ടോ. നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാനും പിന്നെ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കുറച്ചൊക്കെ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെയൊക്കെ പിന്നെ എന്താ പറയുക, കോളിഫ്ലവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ക്യാപ്സിക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ കറി വെക്കാനേ കുമ്പളങ്ങ, വെള്ളരി അതൊന്നും ഇനിയിപ്പോൾ നോമ്പിന് വല്ലാതെ അങ്ങ് ആവശ്യം വരില്ലല്ലോ. അപ്പോൾ അങ്ങനത്തതൊന്നും വാങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി പിന്നെ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മളെ പിന്നെ കണ്ടെയ്നേഴ്സ്, അതപ്പോൾ ഒന്ന് ഞാൻ നല്ലൊന്ന് തുടച്ചെടുത്തിട്ട് അതിലേക്കാണ് അതൊക്കെ വെക്കുന്നത്. ഇനിയിപ്പോൾ ഓരോന്ന് നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന ബോക്സില്ലേ, അപ്പോൾ ഇത് കിട്ടിയ അന്ന് മുതലേ ഞാൻ വിചാരിക്കണം ഫ്രിഡ്ജിലേക്ക് വെച്ചാലോ വെജിറ്റബിളൊക്കെ ആക്കി വെച്ചാലോ അങ്ങനെ വിചാരിച്ചിരിക്കാം കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ ഉണ്ടായി, എന്തെങ്കിലും കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും സെറ്റ് ചെയ്യാതെ സമാധാനം കിട്ടില്ല. പക്ഷേ ഞാൻ ഇത്രയും ദിവസം ക്ഷമിച്ചിരിക്കുന്നു. എന്തായാലും നമ്മൾ പിന്നെ റമദാനിൽ പിന്നെ ക്ലീൻ ചെയ്യണമല്ലോ, ഡീപ്പ് ക്ലീൻ ചെയ്യണമല്ലോ ഫ്രിഡ്ജ്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ വെച്ചിട്ട് ഞാൻ ഇത്രയും ദിവസം ക്ഷമിച്ച് നിൽക്കുന്നു കേട്ടോ. അപ്പോൾ അത് എടുക്കാനെനിക്ക് ഭയങ്കര പൊറുതിയുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ അത് എടുക്കാതെ അവിടെ വെച്ചു. നമുക്ക് നോമ്പിൽ തന്നെ എടുക്കാമെന്നുള്ളതിന് അങ്ങനെ. ഇനിയിപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിൽ തന്നെ പിന്നെ എന്താ പറയുക ക്യാരറ്റ് സെറ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ബോക്സിൽ തന്നെ ഞാൻ ഭയങ്കര ത്രില്ലിട്ടാണ് ഇങ്ങനെ ബോക്സിലാക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ബോക്സിലാക്കി ഞാൻ ആദ്യമായിട്ട് വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ സംഭവങ്ങളൊക്കെ. ഞാനിങ്ങനെ പിന്നെ വേറെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിലൊക്കെ, പക്ഷേ ഇതുപോലെ അടച്ച് ബോക്സിൽ ഞാൻ വെജിറ്റബിൾ അങ്ങനെ കാര്യങ്ങളൊന്നും വെക്കലില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര ത്രില്ലാണ്. ഇനിയിപ്പോൾ ഞാൻ ഫസ്റ്റിൽ ക്യാരറ്റ് ആക്കി പറഞ്ഞില്ല, അതിൽ ഞാൻ ക്യാരറ്റ് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പിന്നെ ഒരു ബോക്സിലാക്കിയിട്ടുണ്ട് കേട്ടോ വെക്കൽ. അപ്പോൾ അത് നല്ല വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെക്കാൻ കേട്ടോ ചെയ്യൽ സാധാരണ. അപ്പോൾ അതുപോലെ ഞാൻ ബോക്സിൽ വെള്ളം ഒഴിച്ചിട്ട് ക്യാരറ്റ് മുങ്ങിക്കെടുക്കണം അത്ര വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ബോക്സിൽ ഞാൻ കുക്കുമ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ 3 മുരിങ്ങക്കായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായ നമ്മൾ ചെമ്മീൻ ഉണ്ടായിരുന്നു, അപ്പോൾ കറി വെക്കാന്നുള്ളതിൽ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായ ഞാനിപ്പോൾ നീളത്തിൽ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കണ്ടല്ലോ, അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ കുക്കുമ്പർ ഇട്ട് അതിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ, ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പിന്നെ കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ അത് അതിൽ ഫില്ലായി. പിന്നെ ഞാൻ അടുത്തതിൽ പിന്നെ നമ്മളെ കയ്പ്പല്ലേ, കയ്പ്പ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആദ്യമുള്ള 2 കയ്പ്പ ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ 2 കൂടെ വാങ്ങിയിട്ടാണ്. അപ്പോൾ അത് എനിക്ക് ഇങ്ങനെ കയ്പ്പ ഫ്രൈ ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത്താഴത്തിനും അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ അങ്ങനെയൊക്കെ കഴിക്കും. അപ്പോൾ അങ്ങനെ വാങ്ങിയാണ് കേട്ടോ കയ്പ്പ. പിന്നെ അതാ എന്താ പറയുക ബീട്രൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ പച്ചമുളകൊക്കെ നെട്ടി കളഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളകും
എല്ലാ കണ്ടെയ്നറിലാക്കിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ ഇനിയിപ്പോൾ ഞാനിതാ നമ്മൾ കോളിഫ്ലവറില്ലേ, കോളിഫ്ലവറും പിന്നെ ആദ്യം അവിടെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഈ നമ്മൾ എന്താണ് ബോക്സിൽ ആവണ എത്ര ഞാൻ അതിൽ നിറച്ച് വെച്ചിട്ടാ. പിന്നെ അന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഫ്രൈ ചെയ്യാനും കൂട്ടുള്ളത് ഞാൻ മാറ്റി വെച്ചു. ഈ ബോക്സിൽ ഫുള്ളാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ ഇനിയിപ്പോൾ ഇത് എന്തായാലും 2 നോമ്പിൻ്റെ മുന്നേ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ എടുക്കാമെന്നുള്ളതിൽ അങ്ങനെ ആക്കി വെച്ചാട്ടോ. പിന്നെ നമുക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അന്ന് ഉച്ചയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ കഷ്ണം ഉണ്ടായിരുന്നു, പിന്നെ ഒരു കഷ്ണം കൂടെ എടുത്തിട്ട് അങ്ങനെ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഞാൻ ഇഞ്ചി ഞാൻ ഇതുപോലത്തെ ഒരു ബോക്സിലാട്ടാണ് വെക്കുന്നത്. ഇത് നമ്മളടുത്ത് ആദ്യം ഉള്ളതാണ്, നമ്മൾ ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ ഉള്ള ഇതാട്ടാ. ഇതിൻ്റെ 4 ഉണ്ട് കേട്ടോ, 3 ഉണ്ട് അവിടെ. പിന്നെ അപ്പോൾ ഞാൻ ഇഞ്ചി ഇതിലിങ്ങനെ ഹോൾസ് ഉണ്ട്. അപ്പോൾ ഇഞ്ചിൻ്റെ തൊലി കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ ആയി പിന്നെ അത് നാശമാവില്ല. അപ്പോൾ ഞാൻ അതിൽ പിന്നെ ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ട് അതിന് മേലെ ഇഞ്ചി വെച്ചെടുത്ത് കേട്ടോ ചെയ്യണത്. അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ഞാൻ തക്കാളി ഇതുപോലെ വലിയ ബോക്സിലാക്കാൻ കേട്ടോ. അപ്പോൾ തക്കാളി ഞാൻ നമ്മളെ ഫ്രിഡ്ജിൽ താഴെയില്ലേ വലിയ ബോക്സ്, അതിലാണ് ആക്കൽ. ഇങ്ങനെ ചെറിയ നമ്മളെ കണ്ടെയ്നറിൽ ആക്കിയൊന്നും വെക്കലില്ല കേട്ടോ. തക്കാളി താഴെ ഇടല ചെയ്യൽ. അപ്പോൾ ഇത് വലിയൊരു ബോക്സ് ഉണ്ടായപ്പോൾ ഞാനിതിൽ തക്കാളി പിന്നെ പോകുമല്ലോ, അത്യാവശ്യം തക്കാളി ഉണ്ട്, അത് വലിയ ബോക്സ് ആയിട്ടത്. അപ്പോൾ ഇതിലാക്കി ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ വെച്ചു. അങ്ങനെ തക്കാളി ഫുള്ളായിട്ട് തുടച്ചിട്ട് അതിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പിന്നെ എന്താ പറയുക, ക്യാപ്സിക്കം കഷ്ണാക്കി വെക്കണമല്ലോ. അപ്പോൾ ക്യാപ്സിക്കം ഞാൻ പിന്നെ അതിന് ബോക്സ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെ അടുത്തുള്ള ബോക്സിൽ ഇനി ക്യാപ്സിക്കം കൊള്ളൂല. അപ്പോൾ അതിൽ ഇനി പിന്നെ മല്ലിയിലൊക്കെ ആക്കാണ്ട്, അപ്പോൾ ഞാൻ പിന്നെ ഇതുപോലെ ഒരു കവറിലാക്കിയിട്ട് പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രിഡ്ജിൽ ഫുള്ള് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് കുഞ്ഞിൻ്റെ വന്നപ്പോൾ ഞാൻ വലിയ കടയിൽ ഫ്രിഡ്ജൊക്കെ കാണിച്ചതുകൊണ്ട് കുഞ്ഞിൻ്റെ സെറ്റായില്ലേ. പിന്നെ കണ്ടെയ്നറൊക്കെ ഇങ്ങനെ വെജിറ്റബിളൊക്കെ ഇങ്ങനെ വെച്ച് നല്ല ഭംഗിയില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ കുഞ്ഞിൻ്റെ പ്ലാസ്റ്റിക് കവറിൽ ക്യാപ്സിക്കം കണ്ടിട്ട് അത് ഇന്നെ കൊണ്ട് എടുത്ത് ഒഴിവാക്കിപ്പിച്ചിട്ട് അങ്ങനെ കുഞ്ഞിൻ്റെ ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ ഫ്രിഡ്ജിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊന്നും വെക്കണത്. അങ്ങനെ അപ്പോൾ രാത്രി തന്നെ ഞാൻ പറഞ്ഞ് സമീപിച്ചാണ്. ഞാൻ ഓർമ്മയില്ലാതെ ക്യാപ്സിക്കം പിന്നെയും കവർ തന്നെ ആക്കി വെച്ചില്ല. അങ്ങനെ എന്നിട്ട് എന്നോട് പിന്നെ കവറിന്ന് എടുത്ത് ഒഴിവാക്കിപ്പിച്ചിട്ട് എന്നിട്ട് പിന്നെ വേറൊരു ബോക്സ് ഉണ്ടായിക്ക് അതിൽ ഞാൻ വെച്ചു ക്യാപ്സിക്കം. അങ്ങനെയൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ ഒരു ബോക്സിൽ ഞാൻ കറിവേപ്പ് നമ്മൾ പിന്നെ ഞാനൊരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ബോക്സ് ഉണ്ടായിരുന്നു, അതിലേന്ന് ഇട്ട് വെച്ചിരുന്നത്. അത് മല്ലിയിൽ അങ്ങനെ തന്നെ ആയിരുന്നു. മല്ലിയിലും കറിവേപ്പിലും നമ്മളെ അടുത്ത് ആദ്യം ഉള്ളതാട്ടോ. അപ്പോൾ നല്ല നാടൻ കറിവേപ്പിലായിട്ടത്. അപ്പോൾ ഞാൻ കറിവേപ്പിലേനും മല്ലിയിലേൻ്റെ ഒക്കെ ഐസ്ക്രീമിൻ്റെ ബോക്സൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലത്തെ ബോക്സിൽ തന്നെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എല്ലാം ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യണത്. അപ്പോൾ ആദ്യം ഞാൻ ഫ്രീസർ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിക്കണ്ട. അപ്പോൾ ഫ്രീസറിൽ നമ്മൾ ഇതുപോലത്തെ റാക്കില്ലേ അത് ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഐസ് ക്യൂബിൻ്റെ ആ ഇതില്ലേ ട്രെയിൽ അത് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല കറ്റാർവാഴൻ്റെ ജെല്ല് അതൊക്കെ പിന്നെ ഇതുപോലെ ലൂസായി വെള്ളം പോലെ ആയിട്ടുണ്ട് കേട്ടോ. കുറേ നേരമായില്ലേ നമ്മൾ പുറത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ. അങ്ങനെ അപ്പോൾ ഒക്കെ ഞാൻ ഫ്രീസറിൽ വെച്ചു. പിന്നെ ഇനിയിപ്പോൾ ഞാൻ താഴത്തും അതുപോലെ നമ്മൾ കഴുകി ഉണക്കി വെച്ചിട്ടുള്ള റാക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ മേലത്ത് അത് ഞാൻ സെറ്റാക്കി ഒന്നിങ്ങനെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അവിടെ കുടുങ്ങി നിന്നോളും. അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ റാക്കിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ വെക്കണം മുന്നേ ടിഷൊക്കെ വിരിച്ചിട്ട് നമുക്ക് പിന്നെ ഇതൊക്കെ വെക്കട്ടോ. പക്ഷേ എനിക്കിങ്ങനെയാണ് രസം തോന്നി, ഞാൻ അങ്ങനെ വെക്കലുണ്ട് കേട്ടോ ടിഷ്യൂ വിരിച്ചിട്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നനഞ്ഞ് എന്തോ പോലൊക്കെ ആവും. അപ്പോൾ ഞാൻ ഇപ്പോൾ അതൊന്നും വെക്കാതെ അങ്ങനെ വെച്ചെടുത്തിട്ടാണ്. പിന്നെ നമ്മൾ ബേക്കിങ്ങിൻ്റെ സാധനങ്ങൾ വെച്ചിരുന്ന ട്രേ ഇല്ലേ, ഞാൻ പിന്നെ കളറ് പിന്നെ ഫുഡ് കളർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കണം. അത് ഞാൻ പിന്നെ കളർ കാര്യങ്ങളൊന്നും അതിൽ നിന്ന് എടുത്ത് ഒഴിവാക്കിയിട്ട് അറയൊക്കെ കഴുകിയിട്ടില്ല ഇട്ടാ. ഞാൻ ഇപ്പോൾ അടുത്ത് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചതാട്ടോ. അപ്പോൾ അതിൽ ഞാൻ പേപ്പർ വിരിച്ചിട്ടുണ്ട്, കാരണം അത് കളറാണ്. താഴെ ഒരു ഇത്തിരി ആയാൽ തന്നെ പിന്നെ നമ്മൾ റാക്കുമ്പോൾ ഇതിന്മേലൊക്കെ കളറാവും. അപ്പോൾ ഞാൻ എന്താ പറയുക അതിൽ പേപ്പർ വിരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ഫ്രീസറിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ ഞാൻ ചീസ് ബട്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ ഉണ്ട് പറഞ്ഞില്ല അതും ഉണ്ട് കേട്ടോ. പിന്നെ ഒരു മൈലാഞ്ചിൻ്റെ ട്യൂബ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നൈലിൽ ഇടുന്ന മൈലാഞ്ചി കേട്ടോ. അപ്പോൾ അത് പിന്നെ 6 മാസത്തെ ഗ്യാരണ്ടി, അത് ഫ്രീസറിൽ വെക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ വെജിറ്റബിൾ ഇതൊക്കെ വാങ്ങുമ്പോൾ അതിപ്പോൾ കുട്ടികൾ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കൊണ്ടുവന്ന പാടുന്ന അതൊക്കെ പിന്നെ ഫ്രീസറിൽ തന്നെ അങ്ങനെ വെച്ചു. അതിനെ ടൈറ്റായി കട്ടായി കഴിക്കുമ്പോഴാണല്ലോ ടേസ്റ്റ് ഉണ്ടാവുക ചോക്ലേറ്റ്. അങ്ങനെ ഫ്രീസറിൽ വെച്ച് കട്ടാവില്ല അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ പിന്നെ നമ്മൾ ഫ്രീസർ സെറ്റ് ആയതിന് ശേഷം നമ്മൾ താഴത്തെ പിന്നെ റാക്കൊക്കെ ഞാൻ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ വെജിറ്റബിൾ കണ്ടെയ്നറൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
2 പിന്നെ ഇതിലായിട്ടിട്ടാണ് ഞാൻ വെക്കുന്നത്. അങ്ങനെ തക്കാളിയും എല്ലാം സെറ്റ് ചെയ്ത് ഇപ്പം ഞാൻ വെച്ച ബോക്സിൽ ഞാൻ പിന്നെ പൊട്ടിച്ച അതായത് സാമ്പാർ പൊടി അങ്ങനത്തെ അത് ഞാൻ ബോക്സിൽ ഇട്ട് വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ പിന്നെ കോട്ടിലാക്കി വെച്ചിട്ടില്ല. ഇതുപോലത്തെ പിന്നെ ബോക്സിലാക്കിയിട്ട് 2-3 കേട്ടോ സാമ്പാർ പൊടി പിന്നെ രസത്തിൻ്റെ പൊടി അങ്ങനെ എന്തൊക്കെ ഉള്ളത് അതൊക്കെ ഞാൻ ആ മൂലയ്ക്ക് വെച്ചു. പിന്നെ എന്താ ഞാൻ പറയുക ഇഞ്ചിൻ്റെ ബോക്സ് അങ്ങനെ വെച്ചു. പിന്നെ സമൂസ ഷീറ്റ് ഉണ്ടായിരുന്നു അത് അങ്ങനെ കിട്ടാം. പിന്നെ ഞാൻ ഇപ്പം വെച്ച ആ പാത്രമില്ലേ അതിൽ മൈദ റവ അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ മൈദയും റവ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എന്താണ് കടലമാവിൻ്റെ പൊടി അങ്ങനത്തെ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ കേട്ടോ വെക്കുക. അതൊക്കെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ എടുക്കുള്ളൂ. പിന്നെ മൈദ ആയാലും റവ ആയാലും ഒക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനത് നോമ്പായതുകൊണ്ട് നോമ്പായി കഴിഞ്ഞാൽ ഞാനത് പുറത്തേക്ക് എടുക്കും കേട്ടോ. അതിന് പിന്നെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കല്ല, നോമ്പിന് ആവശ്യമാണല്ലോ. നോമ്പല്ലാത്ത കാലത്ത് ഞാൻ ഇങ്ങനത്തെയൊക്കെ ഫ്രിഡ്ജിൽ തന്നെ കേട്ടോ വെക്കൽ. ഇതുപോലെ ബോക്സിലാക്കിയിട്ട് തന്നെ വെക്കൽ. ഇനിയിപ്പോൾ ഇതാ ഞാൻ താഴായിട്ട് ഞാൻ പറഞ്ഞില്ല ക്യാപ്സിക്കത്തിൻ്റെ കവർ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബോട്ടിലൊക്കെ ശർക്കര പിന്നെ നമ്മൾ കോഫി പൗഡർ ഇല്ലേ, നമ്മൾ സ്ഥിരം എടുക്കാത്ത കോഫി പൗഡറാണ് കേട്ടോ. കോഫി പൗഡർ പുറത്ത് വെച്ചാൽ പെട്ടെന്ന് കട്ടൗട്ട്. അപ്പോൾ ഞാൻ അതുപോലെ ഒരു ബോട്ടിലാക്കിയിട്ട് വലിയ ബോട്ടിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ പീനട്ട് ബട്ടറിൻ്റെ ബോട്ടിലുണ്ടായിരുന്നു. അങ്ങനത്തെയൊക്കെയാണ് താഴെ ഉള്ളത്, ബോട്ടിൽ ഐറ്റംസൊക്കെയാണ്. ഇനിയിപ്പോൾ അത് ഡോറിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡോറിൽ ഞാൻ പൊടിച്ച പൊടികളാണ് കേട്ടോ. ജീരകം, വലിയ ജീരകം, ചെറിയ ജീരകം, അതുപോലെ തന്നെ ഉലുവ, കടുക് വറുത്ത് പൊടിച്ചത്, പിന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇല്ലേ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡോറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ സോസ് ഐറ്റംസ് ടൊമാറ്റോ ചില്ലി ഒക്കെ സോസുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫ്രൂട്ടിൻ്റെ ബോട്ടിലുണ്ട് കേട്ടോ. അതിപ്പോൾ ഇന്ന് തന്നെ കുടിച്ച് കഴിയും. അവിടെ നമ്മൾ പിന്നെ വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ വെക്കാനുള്ളതാണ്. അങ്ങനെ പിന്നെ പാല്, പിന്നെ മന്തി മസാല അങ്ങനത്തെ ഒക്കെ 2-3 ബോക്സിലുണ്ടായിരുന്നു കേട്ടോ. മസാലപ്പൊടികൾ അതൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ വേറെ കവറിൽ ബോക്സിലാണ് കേട്ടോ. നമ്മളെ സാമ്പാർ കായില്ലേ അതൊക്കെ അങ്ങനെ ഒരു പിന്നെ ബോക്സിൻ്റെ ഉള്ളിൽ കവറുണ്ട് കേട്ടോ. അതാണ് അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഫ്രിഡ്ജ് ക്ലീനാക്കൽ ഫുള്ളും കഴിഞ്ഞ് നമ്മളെ ഫ്രിഡ്ജിൻ്റെ പുറക്കെ ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ക്ലീനാക്കി തുടച്ചെടുത്താൽ നല്ല ക്ലിയർ ആട്ടോ. അപ്പോൾ നമ്മളെ മുഖം ഇങ്ങനെ അതിൽ കാണും അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ നമ്മളെ ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബായ്, അസ്സലാമു അലൈക്കും.